വെൽക്കം ടു സ്റ്റൂ ട്രെൻഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ 10ാമത്തെ ചാപ്റ്റർ അഥവാ വെക്റ്റർ അൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കാം. ഒട്ടും ഡിലേ ആക്കുന്നില്ല, നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വെക്റ്റർ അൽജിബ്ര എന്നാണ്. സോ ഈ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇതിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. സോ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലെറ്റേഴ്സ് എഴുതാൻ പോകുന്ന, അതായത് നമ്മൾ വേർഡ്സ് എഴുതാൻ പോകുന്നതിന് മുമ്പ് ലെറ്റേഴ്സ് പഠിക്കുന്നില്ലേ, സെയിം വേ നമ്മൾ ഈ വെക്റ്റർ അൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് പഠിക്കുന്നതിന് മുമ്പ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. വെക്റ്റർ എ ഈക്വൽ ടു 2i + j ആണെന്ന് വെക്കാം. വെക്റ്റർ എ ഈക്വൽ ടു 2i + j. ഈ ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഈ ഒരു മോഡുലസിനകത്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ എന്ന് റെപ്രസെന്റ് ചെയ്യുക. സോ ഈക്വൽ ടു √ ഐന്റെയും ജെന്റെയും കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ. സോ ഐയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? 2. സോ 2² + ജെയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. വെറുതെ ജെ എന്ന് ഇട്ട് കഴിഞ്ഞാലും അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1² എന്ന് വരും. ഈക്വൽ ടു √4 + 1 = √5 എന്ന് വരും. സോ ഒരു വെക്റ്ററിന്റെ എങ്ങനെയാ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാന്ന് മനസ്സിലായ? ജസ്റ്റ് അതിന്റെ ഐന്റെയും ജെന്റെയും കോഎഫിഷ്യന്റ് സ്ക്വയേഴ്സ് റൂട്ടിനകത്ത് ഇടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാ. ഫൈൻ. വേറൊരു എക്സാമ്പിൾ നോക്കാം. ബി വെക്റ്റർ ഈക്വൽ ടു i + 2j + 3k. i + 2j + 3k എന്ന് പറയുന്ന ബി വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്റ്റർ ഈക്വൽ ടു √ ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1² + ജെയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. 2² + കെയുടെ 3². ക്ലിയർ അല്ലേ? ഈക്വൽ ടു 1 + 4 + 9 = √14. അപ്പൊ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാന്ന് മനസ്സിലായി. ഇനി നമുക്കൊരു ഡിഫറെന്റ് ആയിട്ട്, അതായത് ഈ വെക്റ്ററിൽ തന്നെ ചെറിയൊരു വ്യത്യാസങ്ങൾ വരാം. ചിലപ്പോൾ നെഗറ്റീവ് എല്ലാം ഉള്ള വെക്ടേഴ്സ് വരാം. സോ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എ വെക്റ്റർ ഈക്വൽ ടു i - 2j + 4k എന്ന് പറയുന്ന ഈ ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ബാക്കിയുള്ള വെക്ടേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനകത്ത് നെഗറ്റീവ് സിമ്പൽ ഉള്ളത് കൊണ്ടാണ് ഇത് കുറച്ച് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു വ്യത്യാസവും ഇല്ല. സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു √ ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1² + ജെയുടെ കോഎഫിഷ്യന്റ് -2 ആണ്. സോ -2² + കെയുടെ കോഎഫിഷ്യന്റ് 4 ആണ്. സോ 4² ഈക്വൽ ടു √1 + 4 + 16 √21 വൃത്തിയായിട്ട് മനസ്സിലാക്കാം. കാരണം നെഗറ്റീവ് നമ്പേഴ്സിന്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ തന്നെയാണ്. -2ന്റെ സ്ക്വയറും 2ന്റെ സ്ക്വയറും 4 തന്നെയാണ്. സോ വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് -2ന്റെ സ്ക്വയർ ആണെന്ന്. സോ ഇതാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയല്ല, ഇത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. സോ ഈ രീതിയിൽ വൃത്തിയായിട്ട് മനസ്സിലാക്കി തന്നെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഈ ചാപ്റ്ററിൽ അടുത്തതായിട്ട് നമുക്ക് ബേസിക്കലി അറിയേണ്ട ഒരു കാര്യമാണ് സം ഓഫ് വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് നമുക്ക് എങ്ങനെ കൂട്ടാം? വളരെ സിമ്പിൾ ആയ രണ്ട് എക്സാമ്പിൾസ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. സോ ആദ്യത്തെ ചോദ്യത്തിനകത്ത് എ വെക്റ്റർ ഈക്വൽ ടു i + 2j + 3k, ബി വെക്റ്റർ ഈക്വൽ ടു 2i + j + 2k. ഈ രണ്ട് വെക്ടേഴ്സ് നമുക്ക് എങ്ങനെ കൂട്ടാം? സോ എയും ബിയും കൂടി കൂട്ടുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? എ വെക്റ്റർ + ബി വെക്റ്റർ ഈക്വൽ ടു ഐയുടെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? ഇവിടെ 1ഉം ഇവിടെ 2 ആണ്. സോ 1 + 2i + ജെയുടെ കോഎഫിഷ്യൻസ് നോക്കിക്കേ, 2ഉം 1ഉം ആണ്. സോ 2 + 1 j + കെയുടെ കോഎഫിഷ്യന്റ് 3ഉം 2 ആണ്. 3 + 2 k. ക്ലിയർ അല്ലേ? ഈക്വൽ ടു 3i + 3j + 5k. ഇതാണ് നമ്മുടെ എ വെക്റ്റർ + ബി വെക്റ്റർ എന്ന് എഴുതുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. കോഎഫിഷ്യൻസ് രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് i j k എന്ന രീതിയിൽ എഴുതാം. നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം. എ വെക്റ്റർ ഈക്വൽ ടു i - 2j + k, ബി വെക്റ്റർ ഈക്വൽ ടു -2i + 4j + 5k. ഇവിടെ പ്രത്യേകത -2i വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? സോ ആദ്യം എ വെക്റ്റർ + ബി വെക്റ്റർ ഈക്വൽ ടു ഐയുടെ കോഎഫിഷ്യന്റ് നോക്കിക്കേ, ഇവിടെ 1 ആണ്, ഇവിടെ -2 ആണ്. സോ എന്ത് എഴുതാം? 1 - 2i, അല്ലെങ്കിൽ 1 + -2 എഴുതിയാലും മതി. മൈനസും പ്ലസും വരുമ്പോൾ മൈനസ് ആണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് 1 - 2i + ജെയുടെ കോഎഫിഷ്യന്റ് ഏതൊക്കെയാണ്? ഇവിടെ -2 വന്നിട്ടുണ്ട്, ഇവിടെ 4 ആണ്. ജെ പ്ലസ് അടുത്ത കെയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്, ഇവിടെ 5 ആണ്. സോ 1 + 5k.
ഒന്നുകൂടി പറഞ്ഞു തരാം. ഐയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്, ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് -2 ആണ്. സോ 1 - 2i പ്ലസ് അടുത്ത് ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ് -2 ആണ്, ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ് 4 ആണ്. സോ -2 + 4j. നെക്സ്റ്റ് വൺ 1 ഉം 5 ഉം 1 + 5k ഈക്വൽ ടു -1i ഇവിടെ വരുമ്പോൾ +2j + 6k എന്ന് വരും. -1i + 2j + 6k. അപ്പൊ a വെക്റ്റർ + b വെക്റ്റർ ഈക്വൽ ടു -1i + 2j + 6k. നമുക്കറിയാം -1i ഇടുന്നതിന് പകരം -i ഇട്ടാലും തെറ്റില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് -1iക്ക് പകരം -i ഇട്ടാലും തെറ്റില്ല. അതുപോലെ തന്നെ 1iക്ക് പകരം i ഇട്ടാലും തെറ്റില്ല. 1iക്ക് പകരം i ഇട്ടാലും തെറ്റില്ല. ഇത് നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. ചില ചോദ്യത്തിനകത്ത് അവർ നെഗറ്റീവ് ഇട്ടുണ്ടാവും, ചിലതിൽ നെഗറ്റീവ് ഡയറക്റ്റ് ആയിട്ട് 1ന് പകരം -i എന്നായിരിക്കും റെപ്രസെന്റേറ്റീവ്. സോ ഇത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ സം ഓഫ് വെക്ടേഴ്സിൽ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ്. സോ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈ കാര്യങ്ങളെല്ലാം എന്തിനാണെന്ന് പറയുന്നത് വെച്ചാൽ ഇതിന്റെ ബേസിസിലാണ് ഫർദർ ചോദ്യങ്ങളെല്ലാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്ററിനെ ബേസ് ചെയ്ത ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ പൊതുവെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും കണ്ടുവരാറുള്ളത്. സോ നമുക്ക് ആ രീതിയിൽ ഒരു ചോദ്യം നോക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്റ്റർ a വെക്റ്റർ ഈക്വൽ ടു 2i + 3j + k. ഒരു വെക്റ്റർ തന്നിട്ടുണ്ട്. ഈ വെക്റ്ററിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. സോ ആദ്യം നമുക്ക് യൂണിറ്റ് വെക്റ്ററിന്റെ ഫോർമുല അറിയണം. യൂണിറ്റ് വെക്ടറിനെ a ക്യാപ്പ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. യൂണിറ്റ് വെക്ടറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? a വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? a ക്യാപ്പ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ a ക്യാപ്പ് ഈക്വൽ ടു a വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് a വെക്ടർ. അപ്പൊ യൂണിറ്റ് വെക്ടറിന്റെ ഫോർമുല എന്താണ്? യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു ആ പെർട്ടിക്കുലർ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ a വെക്ടർ ആയത് കാരണം a ക്യാപ്പ് ഈക്വൽ ടു a വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് a വെക്ടർ എന്നാണ് വരിക. സോ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് a വെക്ടർ കണ്ടുപിടിക്കണം. a വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന a വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് 2² + 3² + 1². അതിന്റെ i j k യുടെ കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ നമ്മൾ എടുക്കുകയാണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് 4 + 9 + 1 ഈക്വൽ ടു √14 ഈക്വൽ ടു √14. 4 + 9 + 1 എത്രയാണ്? √14 അല്ലേ? സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി √14 എന്ന് പറയുന്നത്. സോ a ക്യാപ്പ് ഈക്വൽ ടു എന്ത് വരും? a വെക്ടർ ഡിവൈഡഡ് ബൈ സോ 2i + 3j + k ഡിവൈഡഡ് ബൈ √14 എന്ന് വരും. 2i + 3j + k ഡിവൈഡഡ് ബൈ √14. ഇത് നമുക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ 2/√14i plus 3/√14j plus 1/√14k എന്ന രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഈ പറയുന്ന മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. 2/√14i plus 3/√14j plus 1/√14k. ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നിർത്തരുത്. ഈ ഒരു രീതിയിൽ കൂടി നിങ്ങൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ നോക്കുക. വളരെ സിമ്പിൾ ആണ്. പല ചോദ്യ പേപ്പറിലും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഈ ചാപ്റ്ററിലുള്ള അടുത്ത ഇമ്പോർട്ടന്റ് ചോദ്യം ബേസ്ഡ് ഓൺ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യത്തിലൂടെ വരാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ a വെക്ടർ ഈക്വൽ ടു i + 2j that has magnitude 7 unit. That has magnitude 7 unit. അപ്പോൾ ഇതിനകത്ത് മുൻപിൽ ചെയ്ത ചോദ്യത്തെക്കാളും അഡീഷണൽ ആയി ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് 7 യൂണിറ്റ്സ് എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ ആൻസർ എഴുതുമ്പോൾ ആദ്യം നമ്മുടെ തന്നിരിക്കുന്ന വെക്ടർ എടുത്ത് എഴുതണം. സോ a വെക്ടർ ഈക്വൽ ടു i + 2j. a വെക്ടർ ഈക്വൽ ടു i + 2j എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന വെക്ടർ നമ്മൾ എടുത്ത് എഴുതി. അടുത്ത നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത് വെച്ചാൽ a വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന a വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ a ക്യാപ്പ് ഈക്വൽ ടു a വെക്ടർ ഡിവൈഡഡ് ബൈ magnitude of a vector. a cap equal to a vector divided by magnitude of a vector. So നമുക്ക് a വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണ്ടേ? വളരെ എളുപ്പമല്ലേ? റൂട്ട് ഓഫ് 1² plus 2². ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1². ജെയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. സോ 2² ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + 4 ഈക്വൽ ടു √5 എന്ന് വരും. 1 + 4 ഈക്വൽ ടു √5. സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എത്ര കിട്ടി? √5 എന്ന് കിട്ടി. അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? a ക്യാപ്പ് കണ്ടുപിടിക്കാം. സോ a ക്യാപ്പ് ഈക്വൽ ടു a വെക്ടർ എത്രയാണ്? i + 2j ഡിവൈഡഡ് ബൈ √5 എന്ന് വരും. i + 2j ഡിവൈഡഡ് ബൈ √5. ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിൽ ഈ യൂണിറ്റ് വെക്ടർ ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അല്ല. ഈ പറയുന്ന യൂണിറ്റ്, അതായത് ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a വെക്ടർ ഈക്വൽ i + 2j ദാറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് 7. സോ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ്
7 equal to vector having magnitude 7 equal to 7a cap. Vector having magnitude 7 equal to 7a cap എന്നാണ് എഴുതുക. So 7 into നമ്മുടെ a cap എത്രയാണ്? I plus 2j divided by root 5. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം a cap കണ്ടുപിടിക്കുക. Then മാഗ്നിറ്റ്യൂഡ് 7 ഉള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 7a cap ആണ്. സോ ഈക്വൽ ടു 7 into a cap വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. പല തവണ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 2 മാർക്കിനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. അതിനെ എത്രയാണോ മാഗ്നിറ്റ്യൂഡ് പറയുന്നത് അത് വെച്ച് ഗുണിക്കുക. ഇവിടെ 9 ആണെങ്കിൽ 9 വെച്ച് ഗുണിക്കുക, 4 ആണെങ്കിൽ 4 വെച്ച് ആ യൂണിറ്റ് വെക്ടറിനെ ഗുണിക്കുക. ഈ ചാപ്റ്ററിൽ യൂണിറ്റ് വെക്ടർ ബേസ് ചെയ്ത് അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. Find the unit vector in the direction of sum of vectors a vector equal to 2i plus 2j minus 5k, b vector equal to 2i plus j plus 3k. ഈ രണ്ട് വെക്ടേഴ്സിന്റെ സമ്മിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം. സോ ആൻസറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് a വെക്ടർ പ്ലസ് b വെക്ടർ കണ്ടുപിടിക്കണം. a വെക്ടർ പ്ലസ് b വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? കോഎഫിഷ്യൻസ് എടുക്കുക. സോ 2 i യുടെ കോഎഫിഷ്യന്റ് 2 ഉം ഇവിടെയും 2 ആണ്. സോ 2 plus 2i പ്ലസ് j യുടെ കോഎഫിഷ്യന്റ് 2, ഇവിടെ 1, 2 plus 1j പ്ലസ് ഇവിടെ -5, ഇവിടെ 3k. ക്ലിയർ അല്ലേ? സോ ഐയുടെയും ജെയുടെയും കോഎഫിഷ്യൻസ് എടുക്കുക, സം ചെയ്യുക, പുറത്ത് i j k എന്നിടുക. സോ ഈക്വൽ ടു 4i plus 3j minus 2k. ഇതാണ് a വെക്ടർ പ്ലസ് b വെക്ടർ എന്ന് പറയുന്നത്. നമുക്ക് a വെക്ടർ പ്ലസ് b വെക്ടറിനെ c വെക്ടർ ആയിട്ട് എടുക്കാം കേട്ടോ. സോ a വെക്ടർ പ്ലസ് b വെക്ടർ ഈക്വൽ ടു c വെക്ടർ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. സോ c വെക്ടർ ഈക്വൽ ടു 4i plus 3j minus 2k എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടിന്റെയും സമ്മായി കിട്ടുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കിട്ടിയ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ. സോ c ക്യാപ്പ് ആണ് നമ്മളോട് ചോദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. c ക്യാപ്പ് ഈക്വൽ ടു c വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് c വെക്ടർ. നമുക്കറിയാം യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആ പെർട്ടിക്കുലർ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇതാണ് അതിന്റെ ഫോർമുല. സോ c വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് c വെക്ടർ. സോ എങ്ങനെ കണ്ടുപിടിക്കാം മാഗ്നിറ്റ്യൂഡ് ഓഫ് c വെക്ടർ എന്ന് പറയുന്നത്? റൂട്ട് ഓഫ് ഈ വെക്ടറിന്റെ കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സോ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ. സോ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ എത്രയാണ്? 16 ആണ്. 3 സ്ക്വയർ 9, ഇവിടെ 4 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഈക്വൽ ടു റൂട്ട് 29 എന്ന് വരും. ഈക്വൽ ടു റൂട്ട് ഓഫ് 29. ക്ലിയർ അല്ലേ? എങ്ങനെയാ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചെന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഈ വെക്ടേഴ്സിന്റെ കോഎഫിഷ്യൻസിന്റെ എല്ലാത്തിന്റെയും സ്ക്വയർ റൂട്ടിനകത്ത് എഴുതിയാൽ കിട്ടുന്നതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ c ക്യാപ്പ് ഈക്വൽ ടു എന്ത് വരും? 4i plus 3j minus 2k divided by magnitude root 29. സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതുമ്പോൾ 4 by root 29i plus 3 by root 29j minus 2 by root 29k. അതേ മെത്തേഡ് തന്നെയാണ് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുമ്പോഴും. ജസ്റ്റ് ഈ പറയുന്ന മാഗ്നിറ്റ്യൂഡിനെ ഓരോരോ കോഎഫിഷ്യൻസിന്റെ ഒപ്പം എഴുതിയിട്ട് i j k എന്ന് എഴുതാം. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. 2 മാർക്കിന് പല പരീക്ഷകളും ചോദിച്ചൊരു ചോദ്യമാണിത്. സം ഓഫ്, അതായത് രണ്ട് വെക്ടേഴ്സ് സമ്മിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് രണ്ടും കൂടി ആഡപ്പ് ചെയ്യുക, എന്നിട്ട് അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് എഴുതിയിരിക്കുന്നത്. ഫൈൻഡ് ദ വെക്ടർ ജോയിനിങ് ദ പോയിന്റ്സ് P230 Q -1 -2 -4. ഈ പറയുന്ന രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന വെക്ടർ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സോ അതിനൊരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. സോ ആ വെക്ടർ നമുക്ക് PQ എന്ന് കൊടുക്കാം. സോ വെക്ടർ PQ ഈക്വൽ ടു സിമ്പിൾ ഇക്വേഷൻ എന്തെന്ന് വെച്ചാൽ x2 minus x1i plus y2 minus y1j plus z2 minus z1k. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് ഉണ്ടാവും, ഇതിൽ ഏതാണ് x1 x2 y1 y2 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല. സോ ഇതാണ് x1 y1 z1 എന്ന് പറയുന്നത്. ആദ്യത്തെ പോയിന്റിന്റെ ഈ പറയുന്ന വാല്യൂസ് ആണ്, കോർഡിനേറ്റ്സ് ആണ് x1 y1 z1 എന്ന് പറയുന്നത്. രണ്ടാമത്തതിന്റെ x2 y2 z2 എന്ന് പറയുന്നത്. സോ ആദ്യത്തിന്റെ x1 y1 z1, രണ്ടാമത്തതിന്റെ x2 y2 z2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ. സോ വെക്ടർ PQ ഈക്വൽ ടു x2 എത്രയാണ്? -1 -3i -1 -3i പ്ലസ് y2 എത്രയാണ്? -2 -3j പ്ലസ് z2 എത്രയാണ്? -4 -0k എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വാല്യൂസ് മൈനസ് ചെയ്തിട്ട് i j k എന്ന രീതിയിൽ എഴുതുക. സോ അതിന് ഇക്വേഷൻ ആണ് ഞാനിവിടെ
എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ -1 -3 എത്രയാണ്? -4i പ്ലസ് ഇരുന്നതിന് വരെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. സോ -5j -4k എന്ന രീതിയിൽ വരും. സോ വെക്റ്റർ PQ ഈക്വൽ ടു -4i -5j -4k എന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഈ ടോപ്പിക്കിലുള്ള അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ചോദ്യത്തിൽ ഗിവൺ ആണ്. എ ഈക്വൽ ടു 1 2 4, ബി ഈക്വൽ ടു 2 -1 3. രണ്ട് സബ് പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് എ ബി. എ ബി എന്ന് പറയുന്നത് അതായത് ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന വെക്ടർ ആണ് എ ബി എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ചോദ്യം ഫൈൻഡ് എ ബി. എ ബി എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കാൻ. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് യൂണിറ്റ് വെക്ടർ അലോങ് എ ബി. എ ബി എന്ന് പറയുന്ന വെക്ടറുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ്. ഇതിന് ഓൾമോസ്റ്റ് വെയിറ്റേജ് എന്ന് പറയുന്നത് 3 മാർക്ക് ആയിരിക്കും. കാരണം ആദ്യത്തെ ചോദ്യത്തിന് 1 മാർക്ക്, രണ്ടാമത്തേതിന് 2 മാർക്ക്. ടോട്ടൽ 3 മാർക്കിന്റെ ഒരു ചോദ്യമാണിത്. 2009 സേ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സോ നമുക്ക് ആൻസർ എഴുതാം. സോ ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വെക്ടർ എ ബി ഈക്വൽ ടു നമുക്കറിയാം ഫോർമുല x2 minus x1 i plus y2 minus y1 k. So that എഴുതാം x2 minus x1 i plus y2 minus y1 j plus z2 minus z1 k. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. x നും y ക്കും എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു x2 എത്രയാണ്? ഇതാണ് x1 y1 z1. രണ്ടാമത്തെ x2 y2 z2. Fine. So x2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 2 ആണ്. So 2 minus x1 1, 2 minus 1 i plus y2 എത്രയാണ്? -1 minus 2j, z2 എത്രയാണ്? 3, 3 minus 4k. ഇതാണ് നമ്മുടെ വെക്ടർ ആയിട്ട് കിട്ടുക നമുക്ക്. സോ സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ 1i minus 3j minus 1k എന്ന് വരും. സോ വെക്ടർ എ ബി ഈക്വൽ ടു 1i minus 3j minus 1k എന്ന രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇതാണ് ഒന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്ത നമുക്ക് രണ്ടാമത്തെ പാർട്ട് ചെയ്യാമല്ലോ. സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഈ കിട്ടിയ എ ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം എ ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എ ബി ക്യാപ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈക്വൽ ടു വെക്ടർ എ ബി divided by magnitude of AB. Vector AB divided by magnitude of AB. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയില്ലേ? ഇതിന് മുൻപ് ചെയ്ത കാര്യം തന്നെയാണ്. സോ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് AB കണ്ടുപിടിക്കാം. ABയുടെ മാഗ്നിറ്റ്യൂഡ്. സോ റൂട്ട് ഓഫ് എത്ര വരും? 1 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 plus 9 plus 1 equal to √11 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? എ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര കിട്ടി? √11 എന്ന് കിട്ടി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1i minus 3j minus 1k divided by √11. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 1/√11i minus 3/√11j minus 1/√11k എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. സോ ഇതാണ് എ ബി എന്ന് പറയുന്ന വെക്ടറുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ ബിയുടെ തന്നെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ മതി. ഈ ചാപ്റ്ററിലുള്ള അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ ജോയിനിങ് പോയിന്റ്സ് എ ഈക്വൽ ടു, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റ് 1 2 -3, ബി എന്ന് പറയുന്ന പോയിന്റ് -1 -2 1. ഡയറക്റ്റഡ് ഫ്രം എ ടു ബി. എ ടു ബിയിലാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഡയറക്ഷൻ കൊസൈനുകളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇപ്പോൾ ചെയ്ത മെത്തേഡിൽ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാം. സോ അതിനാദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വെക്ടർ എ ബി ആണ്. ആദ്യം ഇനീഷ്യലി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വെക്ടർ എ ബി. കാരണം എയിൽ നിന്ന് ബിയിലോട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ വെക്ടർ എ ബി നമുക്ക് കണ്ടുപിടിക്കണം. സോ x2 - x1 അതേ ഫോർമാറ്റ് ആണ്. സോ ഞാൻ ഡയറക്റ്റ് ആയി എഴുതാം. -1 - 1i plus -2 - 2j plus 1 - -3k. എങ്ങനെയാണെന്ന് മനസ്സിലായോ? -1 - 1ji plus -2 - 2j plus 1 - -3k. ഈ രീതിയിലാണ് നമ്മൾ വെക്ടർ എ ബി കണ്ടുപിടിക്കുക. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2i -4j plus 4k എന്ന രീതിയിൽ വരും. സോ വെക്ടർ എ ബി നമുക്ക് കിട്ടി. എത്രയാണ്? -2i -4j plus 4k എന്ന രീതിയിലുള്ള എ ബി വെക്ടർ കിട്ടി. അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് യൂണിറ്റ് വെക്ടർ. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. യൂണിറ്റ് വെക്ടർ എലോങ് എ ബി. എ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിനാവശ്യം എന്താണ്? എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് ഇനീഷ്യലി ആവശ്യം. സോ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് -2 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ പ്ലസ്
4 സ്ക്വയർ. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. റൂട്ട് ഓഫ് -2 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 16 പ്ലസ് 16 4 പ്ലസ് 16 പ്ലസ് 16 എന്ന് വരും. സോ 20 36 റൂട്ട് ഓഫ് 36 എന്ന് വരും ഈക്വൽ ടു 6 എന്ന് കിട്ടി. റൂട്ട് ഓഫ് 36 ഈക്വൽ ടു 6 എന്ന് കിട്ടി. സോ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഇനി എ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാലോ. സോ എ ബി ക്യാപ് എന്ന് റെപ്രസെന്റ് ചെയ്യണം. സോ എ ബി ക്യാപ് ഈക്വൽ ടു -2i -4j പ്ലസ് 4k ഡിവൈഡഡ് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 6 ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ -2/6i -4/6j പ്ലസ് 4/6k എന്ന് എഴുതാം. പ്ലസ് 4/6k എന്ന് എഴുതാം. സോ നമുക്ക് എ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു. ഇതുവരെ നമുക്ക് സാധാരണഗതിയിൽ മുൻപിലുള്ള ചോദ്യങ്ങളുടെ ബേസിസിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെ ഇതിൽ നിന്ന് ഡയറക്ഷൻ കൊസൈൻസ് എടുത്തെഴുതാം എന്ന് വെച്ചാൽ, സോ ഡയറക്ഷൻ കൊസൈൻസ് ഈക്വൽ ടു വളരെ സിമ്പിൾ ആണ്. ഐ ജെ കെയുടെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതിയാൽ മതി. സോ -2/6 -4/6 4/6. അതർവൈസ് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? -1/3 ഇവിടെ എന്ത് വരും? -2/3 അടുത്തത് 2/3. ഇങ്ങനെയാണെങ്കിൽ കൂടി എഴുതാം. ജസ്റ്റ് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. അല്ലെങ്കിൽ -2/6 -4/6 4/6 എഴുതിയാലും ശരിയാണ്. അല്ലെങ്കിൽ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് -1/3 -2/3 2/3 എഴുതിയാലും വളരെ ശരിയാണ്. സോ ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. സോ സിമ്പിൾ ആയിട്ട് നമ്മുടെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. യൂണിറ്റ് വെക്ടറിന്റെ ഐ ജെ കെയുടെ കോഎഫിഷ്യൻസ് ആണ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലുള്ള അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കിലോട്ടാണ് നടക്കുന്നത്. സെക്ഷൻ ഫോർമുല എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ സെക്ഷൻ ഫോർമുല രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഇന്റേണൽ ഡിവിഷനും എക്സ്റ്റേണൽ ഡിവിഷനും. രണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് ഇന്റേണൽ ഡിവിഷനും എക്സ്റ്റേണൽ ഡിവിഷനും ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് R which divides the lines joining points P and Q whose position vectors are I plus 2j minus k and minus I plus j plus k in the ratio 2:3. സോ നമുക്ക് രണ്ട് വെക്ടേഴ്സും തന്നിട്ടുണ്ട്, ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. അത്രമാത്രം കണക്കാക്കിയാൽ മതി. ബാക്കിയൊന്നും നിങ്ങൾ വലുതായിട്ട് കണക്കാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു റേഷ്യോയും തന്നിട്ടുണ്ട്. ഇതിനെ ഇന്റേണലിയും എക്സ്റ്റേണലിയും ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഇന്റേണലിയും എക്സ്റ്റേണലിയും ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. സോ അത് നമുക്ക് ഇന്റേണൽ ഡിവിഷൻ ഫോർമുല ഞാൻ എഴുതാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റേണൽ ഡിവിഷൻ ആണ്. സോ ഇന്റേണൽ ഡിവിഷൻ ഫോർമുല ഞാൻ എഴുതാം. ഇന്റേണൽ ഡിവിഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എം ബി വെക്ടർ പ്ലസ് n a vector divided by m plus n. m b vector plus n a vector divided by m plus n. സോ എങ്ങനെയാണ് നമുക്ക് m b വെക്ടറും n a വെക്ടറും കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന സംശയം എന്താണ് a, എന്താണ് b വെക്ടർ, എന്താണ് m n. സോ അത് ഞാൻ m ഉം n ഉം പറയാം. നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ അഥവാ 2:3 ആണ് m:n എന്ന് പറയുന്ന റേഷ്യോ. സോ m എത്രയാണ്? 2 ആണ്. n എത്രയാണ്? 3 ആണ്. അടുത്തത് എയും ബിയും എന്താണ്? എ വെക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വെക്ടറിനെ നമുക്ക് എ വെക്ടർ ആയിട്ട് എടുക്കാം. സോ ഏതാണ്? I plus 2j minus k. I plus 2j minus k നെ എ വെക്ടർ ആയിട്ടും ബി വെക്ടർ എന്ന് പറയുന്നത് രണ്ടാമത്തെ വെക്ടർ. സോ ഏതാണ്? -i plus j plus k. രണ്ടാമത്തെ വെക്ടറിനെ ബി വെക്ടർ ആയിട്ടും റേഷ്യോനെ m:n ആയിട്ടും എടുക്കുന്നു. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ m എത്രയാണ്? 2 ആണ്. സോ 2 into b vector -i plus j plus k plus n എത്രയാണ്? 3 ആണ്. a വെക്ടർ എന്ന് പറയുന്നത് I plus 2j minus k divided by m plus n 2 plus 3 equal to 5 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ -2i plus 2j plus 2k plus 3i plus 6j minus 3k divided by 5 എന്ന രീതിയിൽ എഴുതാം. ക്ലിയർ അല്ലേ? സോ ഐയുടെ കോമ്പോണൻസ് എല്ലാം നമുക്ക് ആഡ് അപ്പ് ചെയ്യാലോ. ഐയുടെ കോമ്പോണൻസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ -2i ഉണ്ട്, ഇവിടെ +3i ഉണ്ട്. സോ ടോട്ടൽ i എന്ന് വരും. ടോട്ടൽ i പ്ലസ് ഇവിടെ 2j ഉണ്ട്, ഇവിടെ 6j ഉണ്ട്. സോ ടോട്ടൽ 8j പ്ലസ് ഇവിടെ 2k ഉണ്ട്, ഇവിടെ -3k ഉണ്ട്. സോ -k എന്ന് വരും. -k ഹോൾ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. -k ഹോൾ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. സോ ഞാൻ മുകളിലത്തെ വായിക്കുകയാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും? 1/5i ഈക്വൽ ടു 1/5i പ്ലസ് 8/5j മൈനസ്
1/5k. ക്ലിയർ അല്ലേ? എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായോ? ഇതിനെ ജസ്റ്റ് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതി. സോ 1/5i പ്ലസ് 8/5j മൈനസ് 1/5k എന്ന രീതിയിൽ നമ്മൾ എഴുതി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം ഏതാണ് എ വെക്ടർ, ഏതാണ് ബി വെക്ടർ, എന്താണ് എമ്മും എന്നും. എമ്മും എന്നും എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ റേഷ്യോ ആയിരിക്കും എമ്മും എന്നും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഇന്റേണൽ ഡിവിഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ്റ്റേണലി എത്രയാണ് ഡിവൈഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവിഷൻ ഫോർമുലയാണ് നോക്കാൻ പോകുന്നത്. സോ ഫോർമുല വൃത്തിയായിട്ട് പഠിച്ചോളൂ. എം ബി വെക്ടർ മൈനസ് എൻ എ വെക്ടർ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. എം ബി വെക്ടർ മൈനസ് ആണ് അടിയിൽ വരിക, അവിടെ പ്ലസ് ആയിരുന്നു, വേറെ വ്യത്യാസമൊന്നുമില്ല. എൻ എ വെക്ടർ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ എന്ന് വരും. സോ ഈക്വൽ ടു എം എത്രയാണ്? 2 ആണ്. 2 ഇൻറ്റു ബി വെക്ടർ മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് കെ മൈനസ് എൻ എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു എ വെക്ടർ. എ വെക്ടർ എത്രയാണ്? ഐ പ്ലസ് 2j മൈനസ് കെ ഹോൾ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ ഈക്വൽ ടു 2 മൈനസ് 3 എത്ര വരും? മൈനസ് 1 എന്ന് വരും. 2 മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 1 ആയിട്ട് വരും. സോ ഈക്വൽ ടു നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സോ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൈനസ് 2i പ്ലസ് 2j പ്ലസ് 2k മൈനസ് ഉള്ളിൽ കിട്ടാൽ മൈനസ് 3i മൈനസ് 6j പ്ലസ് 3k എന്ന് വരും. കാരണം മൈനസും മൈനസും പ്ലസ് ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് 1. ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് 1. സോ ഇതിലെ മൈനസ്, ഇതിലെ ഐ ജെയുടെയും കെയുടെയും ടേംസ് നമുക്ക് ആഡ് അപ്പ് ചെയ്യാലോ. ഇവിടെ 2i ആണ്, ഇവിടെ മൈനസ് 3i ആണ്. സോ എത്ര വരും? മൈനസ് 5y. മൈനസ് 5y. അടുത്തത് 2j ആണ്, മൈനസ് 6j ആണ്. സോ മൈനസ് 4j. നെക്സ്റ്റ് വൺ 2k ആണ്, 3k ആണ്. സോ പ്ലസ് 5k എന്ന് വരും ഡിവൈഡഡ് ബൈ മൈനസ് 1. ഡിവൈഡഡ് ബൈ മൈനസ് 1. സോ മൈനസ് നമുക്ക് ഉള്ളിലോട്ട് ടോട്ടൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. മൾട്ടിപ്ലൈ ചെയ്യാം. സോ എത്ര വരും? 5y പ്ലസ് 4j മൈനസ് 5k എന്ന് വരും. 5y പ്ലസ് 4j മൈനസ് 5k എന്ന് വരും. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഡിവിഷന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടെ ഒരു മൈനസിന്റെയും പ്ലസിന്റെയും വ്യത്യാസമുള്ളൂ ഇന്റേണലും എക്സ്റ്റേണലും തമ്മിൽ. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ അതുപോലെ തന്നെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതും വൃത്തിയായിട്ട് മനസ്സിലാക്കുക. മൈനസ് 3 ആണ് ഉള്ളിലോട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് 1 മാർക്കിനൊക്കെ പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഷോ ദാറ്റ് ദ വെക്ടർ. 2 വെക്ടർ അവർ തന്നിട്ടുണ്ട്, രണ്ടും കൊലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എളുപ്പത്തിൽ എങ്ങനെ ഇതിനെ പ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞു വെച്ചാൽ ആദ്യം നമുക്ക് ആദ്യത്തെ വെക്ടർ എടുത്ത് എഴുതാം. സോ എ വെക്ടർ ഈക്വൽ ടു എത്രയാണ്? 2i മൈനസ് 3j പ്ലസ് 4k. രണ്ടാമത്തേന് ബി വെക്ടർ എന്ന് കൊടുക്കാം. സോ ബി വെക്ടർ ഈക്വൽ ടു മൈനസ് 4i പ്ലസ് 6j മൈനസ് 8k എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? രണ്ടിനും നമുക്ക് പേര് കൊടുത്തു. ആദ്യത്തെ എ വെക്ടർ, രണ്ടാമത്തെ ബി വെക്ടർ. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ വെക്ടറിനെ മൈനസ് 2 വെച്ച് ഗുണിച്ചാൽ രണ്ടാമത്തെ വെക്ടർ കിട്ടില്ലേ? മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 4, മൈനസ് 3 ഇൻറ്റു മൈനസ് 2 പ്ലസ് 6, 4 ഇൻറ്റു മൈനസ് 2 മൈനസ് 8. ക്ലിയർ അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? ബി വെക്ടർ ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു എ വെക്ടർ എന്ന് എഴുതാലോ. ബി വെക്ടർ ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു എ വെക്ടർ എന്ന് എഴുതാം. അതായത് ആദ്യത്തെ വെക്ടറിനെ ഒരു സ്കേലാർ വെച്ചിട്ട് അല്ലെങ്കിൽ സ്കേലാർ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ വെക്ടർ കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും എന്താണ്? കൊലീനിയർ ആണ്. Therefore, വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ കൊലീനിയർ. ഇതൊരു 1 മാർക്കിന്റെ ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാം. അതായത് ആദ്യത്തെ വെക്ടറിനെ ഒരു സ്കേലാർ വെച്ച് ഗുണിച്ചാൽ രണ്ടാമത്തെ വെക്ടർ കിട്ടുകയാണെങ്കിൽ അതെന്താണ്? കൊലീനിയർ ആണ്. അതായത് ഒരു കോൺസ്റ്റന്റ് വെച്ച് ഗുണിച്ചാൽ രണ്ടാമത്തെ വെക്ടർ കിട്ടുകയാണെങ്കിൽ അത് കൊലീനിയർ ആണ്. സോ ആദ്യത്തെ വെക്ടറായ 2i മൈനസ് 3j പ്ലസ് 4kനെ മൈനസ് 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വെച്ച് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ വെക്ടർ കിട്ടും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് വെക്ടേഴ്സ് കൊലീനിയർ ആണ്. സോ മൈനസ് 2 എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ നമുക്ക് നോക്കിയാൽ മതി. 2 മൈനസ് 4 തമ്മിലുള്ള റിലേഷൻ എന്താണ്? 2നെ മൈനസ് 2 വെച്ച് ഗുണിച്ചാലാണ് മൈനസ് 4 കിട്ടുക. അതുപോലെ തന്നെ മൈനസ് 3നെ മൈനസ് 2 വെച്ച് ഗുണിച്ചാലാണ് പ്ലസ് 6 കിട്ടുക. 4നെ മൈനസ് 2 വെച്ച് ഗുണിച്ചാലാണ് മൈനസ് 8 കിട്ടുക. സോ ഈ ഒരു റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു ചോദ്യത്തിലൂടെ കിടക്കുകയാണ്. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്. 2 വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പല ചോദ്യ പേപ്പറിലും ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം, എ വെക്ടർ അവർ തന്നിട്ടുണ്ട് 3i പ്ലസ് 4j പ്ലസ് k. ബി വെക്ടർ തന്നിട്ടുണ്ട് 2i പ്ലസ് 3j മൈനസ് k. ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. സോ അതിലൊരു ഫോർമുലയുണ്ട്. ഫോർമുല ഞാൻ എഴുതാം. cos theta equal to a dot b divided by magnitude of a into magnitude of b. വൃത്തിയായിട്ട് മനസ്സിലാക്കുക.
എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. സോ നമുക്ക് എഴുതി നോക്കാം. എ വെക്ടർ ഡോട്ട് ബി വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ രണ്ട് കോഎഫിഷ്യൻസ് തമ്മിൽ ഗുണിച്ചിട്ട് കൂട്ടുക. സോ എങ്ങനെ എഴുതാം? 3 into 2. So 3 into 2 plus അടുത്തത് 4 into 3. 4 into 3 plus അടുത്തത് 1 into minus 1. 1 into minus 1. ക്ലിയർ അല്ലേ? ഐന്റെയും ജെന്റെയും കെന്റെയും കോഎഫിഷ്യൻസ് ഗുണിച്ചിട്ട് കൂട്ടുക, വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ ഈക്വൽ ടു 6 plus 12 minus 1. 6 plus 12 minus 1 equal to എത്ര വരും? 18 minus 1 equal to 17. 18 minus 1 equal to 17. 3 into 2 6 ആണ്, 4 into 3 12 ആണ്, 1 into minus 1 minus 1 ആണ്. സോ 18 minus 1 equal to 17. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡോട്ട് പ്രൊഡക്റ്റ് 17 എന്ന് കിട്ടി. അടുത്തത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കണ്ടുപിടിക്കാലോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഈക്വൽ ടു റൂട്ട് ഓഫ് എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് 16 plus 1. 9 plus 16 plus 1 equal to root 26 എന്ന് വരും. റൂട്ട് 26 എന്ന് കിട്ടി. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കാലോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് രണ്ടാമത്തെ വെക്ടർ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 1 equal to root 14. equal to root 14. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടി. ആദ്യം എ ഡോട്ട് ബി കിട്ടി, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കിട്ടി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. കോസ് തീറ്റ ഈക്വൽ ടു 17 ഡിവൈഡഡ് ബൈ റൂട്ട് 26 ഇൻറ്റു റൂട്ട് 14. കോസ് തീറ്റ ഈക്വൽ ടു 17 ബൈ റൂട്ട് 26 ഇൻറ്റു റൂട്ട് 14. സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കോസ് തീറ്റ അല്ല, ആംഗിൾ തീറ്റയാണ്. therefore തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 17 ഡിവൈഡഡ് ബൈ റൂട്ട് 26 ഇൻറ്റു റൂട്ട് 14. കോസ് ഇൻവേഴ്സ് ഓഫ് 17 ഡിവൈഡഡ് ബൈ റൂട്ട് 26 ഇൻറ്റു 14. റൂട്ട് 14. കാരണം കോസ് തീറ്റയിലെ തീറ്റ മാത്രം ഇവിടെ നിർത്തി. സോ കോസ് ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ കോസ് ഇൻവേഴ്സ് ആവും. സോ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 17 ഡിവൈഡഡ് ബൈ റൂട്ട് 26 ഇൻറ്റു റൂട്ട് 14. വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്ത ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള രണ്ടാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. ഇവിടെയും നമുക്ക് രണ്ട് വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. എ വെക്ടർ ഈക്വൽ ടു ഐ പ്ലസ് ജെ മൈനസ് കെ, ബി വെക്ടർ ഈക്വൽ ടു ഐ മൈനസ് ജെ പ്ലസ് കെ. സോ അതേ ഫോമാറ്റ് നമുക്ക് ഉപയോഗിക്കാലോ. സോ കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ into magnitude of b vector. So ആദ്യം നമുക്ക് a vector into b vector നോക്കാലോ. അതായത് a vector dot b vector നമുക്ക് കണ്ടുപിടിക്കാം. ഈക്വൽ ടു ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 into 1 പ്ലസ് 1 into minus 1 പ്ലസ് minus 1 into 1 minus 1 into 1. സോ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെയും ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1 into 1 പ്ലസ് ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ് -1 ആണ്. സോ 1 into -1 പ്ലസ് ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് -1 ആണ്. സോ -1 into ഇവിടെ 1 ആണ്. സോ -1 into 1. സോ ഈക്വൽ ടു 1 minus 1 minus 1 1 minus 1 minus 1 ഈക്വൽ ടു എത്ര വരും? ഈക്വൽ ടു -1 എന്ന് വരും. ഈക്വൽ ടു -1 എന്ന് വരും. വൃത്തിയായും 1 minus 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. ക്ലിയർ? സോ എ ഡോട്ട് ബി നമുക്ക് എത്ര കിട്ടി? -1 എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3 എന്ന് കിട്ടി. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഈക്വൽ ടു എന്ത് വരും? അതും ഇതേപോലെ തന്നെയാണ്. 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3 എന്ന് കിട്ടി. ഈക്വൽ ടു റൂട്ട് 3 എന്ന് കിട്ടി. therefore cos theta equal to -1 divided by root 3 into root 3. Cos theta equal to -1 divided by root 3 into root 3. Therefore theta equal to cos inverse of -1 into root 3 into root 3 എത്രയാണ്? 3 ആണ്. സോ -1/3. cos inverse of -1/3. ഇതാണ് നമ്മുടെ ആംഗിളിന്റെ ഫൈനൽ ഇക്വേഷൻ. വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഇതോടുകൂടി ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ എൻഡപ്പ് ചെയ്യാണ്. ഈ വെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയൊരു ചാപ്റ്റർ ആണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ 2 പാർട്ടായിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ആദ്യത്തെ പാർട്ട് വീഡിയോ നമ്മളിവിടെ എൻഡപ്പ് ചെയ്യാണ്. തുടർന്നുള്ള വീഡിയോസ് അപ്കമിംഗ് ഡേയ്സിനകത്ത് വരും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.